ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ മുഖം വഹിക്കുകയും എന്നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ. ക്രിസ്തുവിൻ്റെ മുഖത്തിൻ്റെ ഓർമ്മകളുടെ കാലമാണ് നോമ്പ് കാലം. പാലസ്തീനായിൽ കാളകൾക്ക് മുഖമുണ്ടാക്കുന്ന ഒരു പ്രത്യേക രീതിയുണ്ട്. കാളകളുടെ ഉടമസ്ഥൻ കാളകളുമായി മുഖമുണ്ടാക്കുവാൻ പണിശാലയിലെത്തുന്നു. കാളകൾക്ക് പറ്റിയ മുഖമുണ്ടാക്കുവാൻ പണിയാളൻ കാളകൾക്ക് അളവെടുക്കുമ്പോൾ ചില കാളകൾ മെരുങ്ങാതെ ഒതുങ്ങാതെ കുതറി നിൽക്കാറുണ്ട്. ചീറ്റി നിൽക്കുന്ന കാളകളെ ഭയം മൂലം പണിയാളൻ എങ്ങി നിന്ന് ഭയത്തോടെ അളവ് തെറ്റിയൊരു മുഖം കാളകൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നു. അങ്ങനെ ജീവിതകാലം മുഴുവൻ അളവ് തെറ്റിയ മുഖം ചുമലിലേറ്റി ജീവിക്കേണ്ടി വരുന്ന കാളകൾ ഇരട്ടി ഭാരം വഹിച്ചുകൊണ്ടാണ് അവ ജീവിക്കുന്നത്. പക്ഷേ ചില കാളകൾക്ക് മെരുക്കമുണ്ട്, ഒതുക്കമുണ്ട്. അളവെടുക്കുമ്പോൾ ഒതുങ്ങി നിൽക്കുന്നു, വിധേയത്വത്തോടു കൂടി നിൽക്കുന്നു. അത്തരം കാളകൾക്ക് പറ്റിയ മുഖമുണ്ടാക്കുവാൻ പണിയാളന് പറ്റുന്നു. അതുകൊണ്ട് അത്തരം കാളകൾ ഇരട്ടി ഭാരം വളരെ ലഘുവായിട്ട് തോന്നുകയാണ്. ക്രിസ്തു നമുക്ക് തരുന്ന മുഖം നാം ഓരോരുത്തരും ചുമക്കേണ്ട കുരിശുകളാണ്. ഈ കുരിശുകളോടുള്ള നമ്മുടെ മനോഭാവം എന്താണ്? ക്രിസ്തുവാകുന്ന പണിയാളൻ നമുക്ക് വേണ്ടി മുഖത്തിൻ്റെ അളവെടുക്കുമ്പോൾ നാം പണിയാളനു മുമ്പിൽ, ക്രിസ്തുവിന് മുമ്പിൽ മെരുങ്ങാതെ കുതിരി നിൽക്കുന്ന കാളകൾക്ക് തുല്യമാണ്. സ്നേഹമുള്ളവരെ, ക്രിസ്തുവിന് മുമ്പിൽ നമുക്ക് മെരുക്കമുള്ളവരാകാം, ഒതുക്കമുള്ളവരാകാം. എങ്കിൽ മാത്രമേ യേശുവിന് നമുക്ക് പറ്റിയ അളവിലുള്ള മുഖമുണ്ടാക്കുവാൻ പറ്റുകയുള്ളൂ. ഈ നോമ്പ് കാലം ക്രിസ്തുവിന് മുമ്പിൽ ഒതുങ്ങി നിൽക്കുവാൻ, മെരുങ്ങി നിൽക്കുവാൻ, ചീറ്റാതെ കുതറാതെ നിൽക്കുവാനുള്ള ഒരു കാലമാണ്. സ്വയം പരിത്യജിച്ചുകൊണ്ട് ത്യാഗപൂർണമായ ജീവിതം നയിച്ചുകൊണ്ട് സ്വയം വിശുദ്ധീകരണത്തിൻ്റെ ഒരു കാലമാണ് നോമ്പ് കാലം. ഈ നോമ്പ് കാലത്ത് കാർമൽ പ്രവിശ്യ അജപാലന വകുപ്പ് 50 ധ്യാന ചിന്തകൾ പുറപ്പെടുവിക്കുകയാണ്. ഈ വർഷം 50 അൽമായ പ്രേക്ഷിതരിൽ നിന്നാണ് 50 ചിന്തകൾ പുറത്തു വരുന്നത്. സസൂക്ഷ്മം ശ്രവിച്ച് ധ്യാനാത്മകമായി വിചിന്തനം ചെയ്ത് സ്വയം വിശുദ്ധീകരണം നമുക്ക് നടത്താം. നോമ്പിൻ്റെ 50 ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു സ്വയം വിശുദ്ധീകരണത്തിനു വേണ്ടി നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ ഇരുന്നു കൊടുക്കാം. മെരുക്കമുള്ളവരായി, ഒതുക്കമുള്ളവരായി 50 ചിന്തകൾ നമ്മുടെ ആത്മീയ വിശുദ്ധീകരണത്തിന് കാരണമാകട്ടെ.